ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ എക്സാക്ട്ലി ഒരു വർഷത്തിന് ശേഷം കേട്ടോ ഞാൻ അൽഖാനെ പോണത്. ഇത് എനിക്ക് ഓർക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞാൻ പോയത്. അന്ന് ഞാൻ കുഞ്ഞായിട്ട് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കുഞ്ഞിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഉണ്ടെന്നല്ല കേട്ടോ. സൺഡേ ഈസ് എ ലേസി സൺഡേ എന്നാണല്ലോ നമ്മൾ പറയാം. അപ്പോൾ കാലത്തെ പരിപാടി ഉച്ചകാലത്തെ ഒരു വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബോറടി, ഒരു മന്ദത. അപ്പോൾ ഞാനിങ്ങനെ ടി വിയിൽ റിലാക്സിങ് ഗസലൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് കെട്ടിയോ വന്നിട്ട് ഒരു ചോദ്യം, ബോറടിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് എനിക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് അൽഖാനെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒട്ടും വൈകിച്ചില്ല. എല്ലാവരും റെഡി ആയതിനു ശേഷം അൽഖാനയ്ക്ക് പുറപ്പെട്ടു. നമുക്ക് ആകെ കിട്ടുന്ന ഒരു ലൈഫല്ലേ ഉള്ളൂ, അത് നമ്മൾ ഫുള്ളി എൻജോയ് ചെയ്യുക. പോവാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോവുക. ക്യാ പത്താ കൽ ഹോന ഹോ അല്ലേ, അങ്ങനെയാണല്ലോ അല്ലേ. ഇതൊക്കെ എൻ്റെ അടുത്ത് കെട്ടിയവൻ പറഞ്ഞു തരുന്ന ഡയലോഗ്സാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നു. ഓക്കെ, നമ്മൾ അൽഖാനയിൽ എത്തി. അൽഖാനയിൽ നമുക്ക് കുറേ നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് നമ്മുടെ കാലൊക്കെ ടയേർഡായി പോകും. എൻ്റെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ ഇത്രയും മടിയുള്ള ആൾ വേറെ എവിടെ ഉണ്ടാവില്ല. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ആൾ നമുക്ക് വേണ്ടി കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യും. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വര ഇങ്ങനെ പോകണം കണ്ടോ, ലൈറ്റ്നിങ് ഉള്ളത്. അത് സിനിമ സിറ്റി ആട്ടോ. അതിൻ്റെ ഇപ്പുറം കാണുന്നത് കുറേ ഫുഡ് കോർട്ടാണ്. അപ്പോൾ അതിലാണ് ചേട്ടൻ്റെ ഓഫീസ് പാർട്ടിയൊക്കെ നടന്നത്. പക്ഷെ അതിൽ ഏതോ ഒരു ഫുഡ് കോർട്ടിലാണ്, പേരും ഒന്നും എനിക്കറിയില്ല. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ, നാഷണൽ അക്വേറിയം ഉണ്ട്, പിന്നെന്താ അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജോക്കുട്ടിന് സ്ലഷി വേണമെന്ന് പറഞ്ഞു. സ്ലഷി പോയി ചോദിച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് അതിന് തണുപ്പ് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യം രക്ഷപ്പെട്ടു. പിന്നെ ഐസ്ക്രീമിന് ഒരു സ്കൂപ്പിന് 15 ദിർഹം കേട്ടോ അവിടെ. നമ്മുടെ പോക്കറ്റ് കാലി ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. ഈ ഐസ്ക്രീം മേടിച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറില്ലല്ലോ, അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് മെഗ്ഡീന്നോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് സമ്മതിച്ചു. ഇല്ല എന്നും വേണമെന്ന് നമുക്ക് പറയാം, കാരണം മൂഡ് ഔട്ടായി. എന്നാലും കുഴപ്പമില്ല, അവൻ ഓക്കെ സമ്മതിച്ചു. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞി നല്ല ഉറക്കം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ചേട്ടനാട്ടോ ഫുൾ ടൈം കൊച്ചിനെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പോലെ തന്നെ കുറേ പേരുണ്ട് കേട്ടോ അവിടെ വരുന്നത്. ഇതാ കണ്ടോ, എന്താ പറയുക, കുഞ്ഞി പിള്ളേർ ഇരിക്കുന്ന ട്രെയിനിലാണ് വലിയവരൊക്കെ ഇരിക്കുന്നത്. കാരണം ആൾക്കാരവിടെ വളരെ കുറവായിരുന്നു. കുഞ്ഞി പിള്ളേരെ അങ്ങനെ ആരും കൊണ്ടുവരുന്നുണ്ടായിരുന്നില്ല. പിന്നെന്താ പറയുക, ബോട്ട് സർവീസ് ആയാലും കുറവ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ആകെ 3-5 ബോട്ടുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അവിടെ. എനിക്ക് ഇതിന് ഒരു പ്രത്യേകിച്ച് എന്താ പറയുക ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1/2 hour ആണെന്ന് തോന്നുന്നു ബോട്ടിൽ പോകാനായിട്ടുള്ളത്. 1/2 hour ആണോ ഒരു 1 മണിക്കൂറാണോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കാരണം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പോയതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം കണ്ടിരുന്നു. നാഷണൽ അക്വേറിയം അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ വെറുതെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കാനാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് മൈൻഡ് റിലാക്സ് ആക്കി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു അറബി ചേട്ടൻ വന്ന് ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ കണ്ടോ, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒരു അൽസഫാദി എനിക്ക് ഓർമ്മ വന്നു. അൽസഫാദി എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് കോർട്ടിലാട്ടോ ഇവരുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടന്നത്. കുഞ്ഞ് ഇപ്പോഴും നല്ല ഓർക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണീറ്റായിരുന്നു. പിന്നെ അവനെ ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അവനോട് കുറച്ച് നേരം കളിച്ച് ചിരിച്ച്, പിന്നെ ആ നേരം കൊണ്ട് നമ്മുടെ അവിടെ നാഷണൽ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ടോയ്സും കുഞ്ഞി പാവകളും നല്ല സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികം ഒന്നും അതിൻ്റെ അടുത്തേക്ക് പോയില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ജോക്കുട്ടിന് ഒരു വീക്ക്നെസ്സാണ് ഇങ്ങനത്തെ ടോയ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അധികം ആ ഭാഗത്തേക്കൊന്നും പോവാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ജോക്കുട്ടന് കുഞ്ഞിയുടെ കൂടെ കളിക്കലായി. അവൻ ഭയങ്കരമായിട്ട് കളിപ്പിക്കും കുഞ്ഞിനെ.
അവൻ്റെ ഫേസ് തന്നെ കണ്ടാൽ അറിയാം ആകെ ടയേർഡായി എന്നുള്ളത്. ആൾക്ക് നടക്കാൻ മടിയുണ്ട്, അവൻ്റെ അപ്പൻ്റെ പോലെ തന്നെ അപ്പനും മടിയാണ് നടക്കാനായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടി കുറച്ചൊക്കെ ആൾ സാക്രിഫൈസ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 ബോട്ടുകൾ അപ്പുറം ഇപ്പുറം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരിട്ട് വെച്ചഴിച്ചു ക്യാപിറ്റൽ മോളിലേക്ക്. അവിടെ മെഗ്ഡി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാപിറ്റൽ മോളിൽ പോയി. പിന്നെന്താ, ചേട്ടൻ്റെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറാട്ടോ. പക്ഷെ നമ്മൾ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനൊരു സ്പോട്ട് ഉണ്ടായിരിക്കും, ആ ഒരു സ്പോട്ടിൽ തന്നെ പാർക്ക് ചെയ്യുള്ളൂ. ഇപ്പം ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇവിടെ പാർക്ക് ചെയ്യും, ഇവിടെ ഫ്രീ ആണല്ലോ, ഇവിടെ പാർക്ക് ചെയ്യും, നടക്കില്ല. ചേട്ടൻ ഒരു സ്പോട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിലേക്ക് പോവുള്ളൂ. അങ്ങനെ മെഗ്ഡി എത്തി. മെഗ്ഡിയുടെ നമ്മൾ ആപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഓഫറും കണ്ട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് അധികം കാലിയാവാണ്ട് നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം ചേട്ടൻ ആപ്പിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തത് തന്നെ. കുഞ്ഞ് അപ്പോഴത്തേക്കും വളരെ ഹാപ്പി ആയിരുന്നു, റിഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ വന്നപ്പോൾ ആൾ ഒന്നുകൂടി ഹാപ്പിയായി. അങ്ങനെ അവനും നമ്മൾ കഴിക്കുന്നത് എന്താണോ അതിൽ നിന്ന് കുറച്ച് ശേഷമൊക്കെ നമ്മൾ അവനും വെച്ച് കൊടുക്കാറുണ്ട്. കാരണം എല്ലാം തിന്നും പഠിക്കട്ടേന്നേ. ഒന്നിപ്പോൾ എല്ലാവരും പറയുമല്ലോ അത് കൊടുക്കരുത് ഇത് കൊടുക്കരുതെന്ന്, കുറച്ച് ശേഷമൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് ഇന്നത്തെ കലാപരിപാടി നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എല്ലാവരുടെ സപ്പോർട്ട് വേണം, വീഡിയോ കാണണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.